മരുത്തൂർവട്ടം ക്ഷേത്രത്തിലെ താളുകറി വഴിപാടിനെപ്പറ്റി നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് മരുത്തൂർവട്ടം ക്ഷേത്രത്തെപ്പറ്റിയും ഇവിടുത്തെ ഐതിഹ്യം, പ്രധാന വഴിപാടുകൾ, വിശേഷങ്ങൾ മുതലായവയെക്കുറിച്ചും മനസ്സിലാക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മരുത്തൂർവട്ടം ശ്രീ ധന്വന്തരി മൂർത്തി ക്ഷേത്രം. ആയുർവേദാധിപനായ ധന്വന്തരി മൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള തെക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രമാണ് മരുത്തൂർവട്ടം ക്ഷേത്രം. അഷ്ടവൈദ്യന്മാരിൽ ഒരാളായ വെള്ളൂട് നമ്പൂതിരി ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രമാണ് മരുത്തൂർവട്ടം ധന്വന്തരി ക്ഷേത്രം. ആയുർവേദ ചികിത്സാ രംഗത്ത് അഗ്രഗണ്യനായിരുന്നു വെള്ളൂട് നമ്പൂതിരി. ഒരു രോഗത്തിന് ഒരു വട്ടം മരുന്ന് കൊടുത്താൽ മതിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു വട്ടം മരുന്ന് കഴിച്ചാൽ തന്നെ അസുഖം ഭേദമാകും എന്ന് സാരം. അങ്ങനെ മരുന്ന് ഒരു വട്ടം കൊടുക്കുന്ന സ്ഥലം മരുത്തൂർവട്ടമായി എന്ന് ഐതിഹ്യം. ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ ക്ഷേത്രം പ്രസിഡന്റിൽ നിന്നും അറിയാം. സാക്ഷാൽ ആയുർവേദ അധിപൻ വാണരുളുന്ന ഈ ക്ഷേത്രത്തിന് നിരവധി ഐതിഹ്യങ്ങളാണ് പറയുവാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പ്രധാനമായും പറയപ്പെടുന്നത് വൈക്കത്ത് മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ വടക്ക് ഭാഗത്ത് വയലാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു തമ്പാന് കലശലായ വയറുവേദനയുണ്ടാവുകയും വേദന സഹിക്കാൻ വയ്യാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം വൈക്കത്ത് ഭജനയിരിക്കുകയും ആ ഭജനയിരുന്ന 12-ാം നാളിൽ സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താങ്കൾ ഭജനയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം താങ്കളുടെ ദീനം മാറുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും എന്നാൽ അതിൽ ആശ്വാസം താങ്കൾക്ക് ലഭിച്ചെങ്കിലും അത് പരിപൂർണമായി മാറണമെങ്കിൽ ഇന്നതുപോലെ ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറയുക ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ പറയപ്പെടുന്നത്. അതനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അശരീരി ചേർത്തല തെക്ക് കേളംകുളത്ത് ഒരു വിഗ്രഹം, ആ കുളത്ത് 3 വിഗ്രഹങ്ങളാണ് ആ കുളത്തിലുള്ളത്. അതിൽ ആദ്യം എടുക്കുന്ന വിഗ്രഹം മനുഷ്യരാൽ ആർക്കും വെച്ച് പൂജിക്കാൻ അസാധ്യമായതുകൊണ്ട് ആ കുളത്തിൽ തന്നെ ഉപേക്ഷിക്കുകയും രണ്ടാമത് കിട്ടുന്ന വിഗ്രഹം ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണമെന്നാണ് ആ ശരീരിയിലൂടെ ലഭിച്ചത്. അതനുസരിച്ച് ഇദ്ദേഹം കേളംകുളത്തെത്തി ഈ വിഗ്രഹമെടുത്ത് ഇതാർക്ക് നൽകണം എന്ന് ചിന്തിച്ച് നടക്കുന്ന അവസരത്തിലാണ് തൻ്റെ മുന്നിൽ വെള്ളൂട് നമ്പൂതിരി പ്രത്യക്ഷപ്പെടുകയും ആ വെള്ളൂട് നമ്പൂതിരിക്ക് ഈ വിഗ്രഹം കൈമാറുകയും വെള്ളൂട് നമ്പൂതിരി അന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വൈദ്യപരമായിട്ട് അദ്ദേഹം ഇവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഇല്ലമായിരുന്നു. ഇവിടെ ആ കിട്ടിയ ധന്വന്തരിമൂർത്തിയുടെ വിഗ്രഹം വെച്ച് പൂജിച്ച് ആരാധിച്ച് പോരുകയാണ് ഉണ്ടായത്. പിന്നീടാണ് അത് കരയോഗം ഏറ്റെടുക്കുകയും അന്നത്തെ ഈ നമ്പൂതിരിമാരുടെ തന്നെ ഇപ്പോഴത്തെ തായിലുള്ളവരുൾപ്പെടെ അടങ്ങുന്ന കമ്മിറ്റി അത് വിപുലമായി ആ ക്ഷേത്രഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മരുത്തൂർവട്ടം എന്ന നാമധേയമുണ്ടായതിൻ്റെ പിന്നിലും ഈ വെള്ളൂട് നമ്പൂതിരിയും ഇവിടുത്തെ മരുന്നും മന്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. നമുക്കറിയാം, ആയുർവേദ ചികിത്സയിൽ അഗ്രഗണ്യനായിരുന്നു വെള്ളൂട് നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഇല്ലമായിരുന്ന ഇവിടെ ആ കാലത്ത് മരുന്ന് കഴിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന നിരവധി പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ പ്രാഗൽഭ്യനായ അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് ഒരു മരുന്ന് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ
മരുന്ന് ഒരു ചികിത്സയ്ക്ക് ഒരു മരുന്നൊരു വട്ടം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. അപ്പം ഈ മരുന്ന് ഒരു വട്ടം കഴിച്ചാൽ രോഗവും മാറും എന്ന ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ മരുന്നൊരു വട്ടം ലോപിച്ചാണ് മരുത്തോർ വട്ടം എന്ന നാമധേയം തന്നെ ഈ ക്ഷേത്രത്തിൽ വന്നു ചേർന്നത്. ഇന്ന് ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി നിരവധി ഭക്തജനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് അകത്തു നിന്നും പുറത്തു നിന്നുമായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവിടുത്തെ കഥകളി വഴിപാട് സത്സന്താന ലബ്ധിക്കായി ഭക്തജനങ്ങൾ നേർന്ന് അതിന് ഫലം സിദ്ധിച്ചതിന് ശേഷം മാത്രം നടത്തുന്ന വഴിപാടാണ് സന്താനഗോപാലൻ കഥകളി. സന്താനഗോപാലൻ കഥകളി അനുദിനം ക്ഷേത്രത്തിൽ നടത്തുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഏതാണ്ട് ഒരു വർഷം 200-നടുത്ത് കഥകളിയാണ് ഇപ്പോൾ വഴിപാടായി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ് മുക്കുടി അട്ടയും കുഴമ്പും വഴിപാട്. ഉദരരോഗ നിവാരണാർത്ഥം ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന ഔഷധ മൂല്യമുള്ള ഒരു വഴിപാടാണ് മുക്കുടി. അതിനും പാർവതിയുടെ ദീനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കഥകളാണ് പറയുന്നത്. ഒരു കാലത്ത് ഇവിടുന്ന് മുക്കുടി ഉണ്ടാക്കി, വെള്ളോട് നമ്പൂതിരി മുക്കുടി ഉണ്ടാക്കി വൈക്കത്ത് നേദിച്ച് വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അതുപോലെ തന്നെ അട്ടയും കുഴമ്പും വാതാദി രോഗശമനത്തിനായുള്ള വഴിപാടാണ്. നിരവധി പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് അതിൻ്റെ യഥാവിധി പ്രകാരം തയ്യാറാക്കുന്ന അട്ടയും കുഴമ്പും വഴിപാട് വാതാദി രോഗങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ള ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ മാത്രം, മറ്റേത് ക്ഷേത്രങ്ങളെ എടുത്തു വെച്ച് നോക്കുവാണെങ്കിലും ഈ ക്ഷേത്രത്തിൽ മാത്രം ഉള്ള ഒരു വഴിപാടാണ് കയറ്റേൽ വാണം എന്ന് പറയുന്നത്. ഉത്സവ സമയത്ത് മാത്രമാണ് ഈ വഴിപാട് നടക്കുന്നത്. വലിവ്, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും അതിനെ മാറ്റുന്നതിനും വേണ്ടിയുള്ള വഴിപാടാണ് കയറ്റേൽ വാണം വഴിപാട്. കൊടിയേറ്റ് മുതൽ കൊടിയിറക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഈ വഴിപാട് നടന്നു വരികയാണ്. 5 പൂജയും 3 ശീവേലിയുമാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. സാധാരണ ദിവസങ്ങളിൽ 5 മണിക്ക് രാവിലെ നട തുറക്കുകയും 12 മണിക്ക് ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കുകയും വൈകിട്ട് 5:30-ക്ക് തുറക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ സമയക്രമം. വിശേഷാൽ ദിവസങ്ങളിൽ സമയക്രമങ്ങളിൽ മാറ്റം ഉണ്ട്. ഭഗവാന്റെ അതുപോലെ തന്നെ ഇഷ്ട വഴിപാടാണ് മഹാനിവേദ്യം. ഒരു കുടം പാലിൻ്റെ പാൽപ്പായസം, അതാണ് മഹാനിവേദ്യം. ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ കളഭവും പന്തീരും നാഴിയും ഏതാണ്ട് മാസങ്ങളിലെ ഭൂരിപക്ഷം ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. ആട്ടവിശേഷങ്ങളിലും മാസവിശേഷങ്ങളിലുമായി പ്രാധാന്യമായി ധന്വന്തരി ജയന്തി മഹോത്സവം, അതുപോലെ സപ്താഹം, നവാഹയജ്ഞം, വിദ്യാരംഭം, അഷ്ടമരോഹിണി മഹോത്സവം തുടങ്ങിയ വിശേഷങ്ങളും ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഈ മഹാനിവേദ്യം പാൽപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഗോശാലയിൽ നിന്നുള്ള പാലാണ് നമ്മൾ ഈ മഹാനിവേദ്യത്തിന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്ന് നിരവധി ഭക്തജനങ്ങൾ ഭഗവാന്റെ ആ പാതാര ബിംബങ്ങളിൽ ആശ്രയം പ്രാപിച്ചുകൊണ്ട് ഭക്തി പുരസരം ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ക്ഷേത്രത്തിൻ്റെ ആ ഒരു വിശ്വാസം, ആ ഭക്തജന വിശ്വാസത്താൽ ക്ഷേത്രം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പാലാഴി മദന സമയത്ത് അമൃതകുംഭവുമായി ഉയർന്നു വന്ന വിഷ്ണു തേജസ്സായ ധന്വന്തരമൂർത്തി നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരേക്കും നന്ദി, നമസ്കാരം.